ഇതിൻ്റെ ഉൾവശം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അൾത്താരയുടെ ഇടത്തുവശത്തുള്ള വിശുദ്ധ ബർത്തലോമിയോയുടെ സ്മാരകമായി പണിയപ്പെട്ട ശില്പമാണ്. മാർക്കോ ദി അഗ്രാത്തെ എന്ന ശില്പിയാണ് 1562 ഈ രൂപം മാർബിളിൽ കൊത്തിയത്. ഈ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിൻ്റെ പിറകിൽ അദ്ദേഹം ഇങ്ങനെ കൊത്തിവെച്ചു: ഇത് പ്രാക്സിത്തേലസ് ചെയ്തതല്ല, ഞാൻ ചെയ്തതാണ്. അതായത് പ്രാക്സിത്തേലസ് എന്ന അന്നത്തെ കാലത്ത് അതിപ്രശസ്തനായ ശില്പിയേക്കാൾ സമർത്ഥനാണ് താൻ എന്ന മാർക്കോയുടെ അവകാശവാദത്തിൻ്റെ ആവിഷ്കരണമാണ് ഈ വാക്യം. ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ ബർത്തലോമിയോ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആളാണ്. അദ്ദേഹത്തെ വധിച്ചത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. നിരവധി ചരിത്രകാരന്മാരും ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മുഴുവൻ ചർമ്മവും ഉരിഞ്ഞു കളഞ്ഞ് ഒരു കച്ച പോലെ ശരീരത്തിൽ അണിയിച്ചിരിക്കുന്നതാണ് ശില്പത്തിൽ നാം കാണുന്നത്. മതപീഡന കാലത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ജീവനോടെ ശരീരത്തിലെ മുഴുവൻ ചർമ്മവും ഉരിഞ്ഞു മാറ്റിയാണ് അദ്ദേഹത്തെ വധിച്ചത്. വളരെ ക്രൂരമായ വേദന നിറഞ്ഞ ഈ മരണരീതിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ശില്പം കൊത്തിയിരിക്കുന്നത്. ശരീരത്തിലെ ഓരോ ഞരമ്പുകളും മസിലുകളുമൊക്കെ തെളിഞ്ഞു കാണുന്ന രീതിയിലാണ് ഈ ശില്പം. പക്ഷേ ശരീരത്തിലെ മുഴുവൻ ചർമ്മവും ഉരിഞ്ഞു നീക്കിയതിൻ്റെ കഠിനവേദനയിൽ നിൽക്കുമ്പോഴും അക്ഷോഭ്യമായ ഭാവത്തോടെ ക്രിസ്തുവിനു വേണ്ടി സധൈര്യം നിലകൊള്ളുന്ന അപ്പസ്തോലൻ്റെ ശില്പമാണത്. ശരീരത്തിലെ മുഴുവൻ ചർമ്മവും പച്ചയോടെ ജീവനോടെ ഉരിഞ്ഞു മാറ്റിയതിൻ്റെ വേദനകൾ കൊണ്ട് പതറാതെ തളരാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ വളരെ കൂളായി ആ ഉരിഞ്ഞ ചർമ്മം മുഴുവൻ കൈകളിൽ പേറി നിൽക്കുന്ന വിശുദ്ധ അപ്പസ്തോലൻ്റെ പ്രതിമ ആരെയും ആകർഷിക്കുന്ന